ദേവന്മാരുടെ നാഥൻ സ്വർഗീയ വസതിയിൽ അവനെ സംരക്ഷിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ മന്ത്രങ്ങൾ പ്രാവർത്തികമാകാത്തത്. എങ്കിൽ അഭയം നൽകിയ ഇന്ദ്രനെയും ചേർത്ത് ഈ അഗ്നിയിൽ പതിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള മന്ത്രങ്ങൾ ജപിക്കുക. ജനമേജയൻ ഉത്തരവിട്ടു. അനന്തരം പ്രധാന പുരോഹിതൻ ശക്തമായ ഒരു മന്ത്രം ചൊല്ലി ഇന്ദ്രന്റെ അകമ്പടിയോടെ തക്ഷകൻ ഈ അഗ്നിയിൽ പതിക്കട്ടെയെന്ന് പറയുന്നു. ഇന്ദ്രനും തക്ഷകനും ബന്ധിതരായി യാഗാഗ്നിയിൽ വീഴാൻ തുടങ്ങിയെന്നതായിരുന്നു ആ ആഹ്വാനത്തിന്റെ ശക്തി. തന്റെ സുഹൃത്തിന്റെ വിധി അനിവാര്യമായെന്ന് തിരിച്ചറിഞ്ഞ ഇന്ദ്രൻ തക്ഷകനെ ഉപേക്ഷിച്ച് സ്വയം രക്ഷപ്പെടാൻ തീരുമാനിച്ചു. അതോടെ തക്ഷകൻ തനിയെ തീയിലേക്ക് വീഴാൻ തുടങ്ങി. ഈ നിമിഷം ആസ്തിക ബ്രാഹ്മണൻ പെട്ടെന്ന് കയറി ഇടപെടുന്നു. നിൽക്കൂ തക്ഷക, നിങ്ങളുടെ വീഴ്ചയെ ഞാൻ തടഞ്ഞിരിക്കുന്നു. എന്നിട്ട് മഹാരാജാവിന്റെ നേർക്ക് തിരിഞ്ഞു. ഇതാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഉപകാരം. ഈ സമയത്ത് യാഗം നിർത്തൂ. നിങ്ങളുടെ പിതാവിന്റെ മരണത്തിന് പ്രതികാരമായി നിങ്ങൾ ഇതിനകം ദശലക്ഷക്കണക്കിന് പാമ്പുകളെ കൊന്നു. ഞാൻ ഒരു ബ്രാഹ്മണനാണ്. സർപ്പങ്ങളിൽ അഗ്രഗണ്യയായ വാസുകിയുടെ സഹോദരിയാണ് ജരത്കാരു മാതാവ്. നിങ്ങളുടെ യാഗം തടയുവാനും അവരുടെ ബന്ധുക്കളെ രക്ഷിക്കുവാനുമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഇതുവരെയ്ക്കും ഹനിച്ച പാമ്പുകളിൽ നിങ്ങൾ തൃപ്തിപ്പെടണമെന്നാണ് സാക്ഷാൽ ബ്രഹ്മാവ് പോലും ആഗ്രഹിക്കുന്നത്. വ്യർത്ഥ തക്ഷകൻ ഒഴികെ സദ്ഗുണമുള്ളവർ നാശത്തിന് യോഗ്യരല്ല. അവരുടെ ജീവൻ രക്ഷിച്ചാൽ മാത്രമേ നിങ്ങളുടെ മഹത്വം വർദ്ധിക്കുകയുള്ളൂ. ജനമേജയ രാജാവ് ആ നിർദ്ദേശം നിരസിച്ചു. ഈ സമയത്ത് വ്യാസമഹർഷി രാജാവിനോട് സംസാരിക്കുകയും ആസ്തികയുടെ അപേക്ഷ അനുവദിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു. തനിക്ക് വളരെയധികം ബഹുമാനമുണ്ടായിരുന്ന തന്റെ പൂർവികനായ മുനിയുടെ ഉപദേശപ്രകാരം രാജാവ് യാഗം പര്യവസാനിപ്പിക്കാൻ ഉത്തരവിട്ടു. തുടർന്ന് രാജാവ് ആസ്തികയ്ക്കും യാഗം നടത്തിയ എല്ലാ പുരോഹിതന്മാർക്കും വലിയ സമ്പത്ത് നൽകി. ഒരു ബ്രാഹ്മണൻ യാഗം തടയുമെന്ന് പ്രവചിച്ച ശില്പിയായ ലോഹിതാക്ഷന് പ്രത്യേക ബഹുമാനവും വലിയ സമ്പത്തും നൽകി ആദരിച്ചു. ജനമേജയ രാജാവ് നടത്തിയ മഹാസർപ്പബലിയുടെ കഥ കേൾക്കുന്ന ആർക്കും പാമ്പുകളെ പേടിക്കാനില്ല എന്നതാണ് പാരമ്പര്യം.